മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പൂങ്കുന്നത്തുള്ള ചേതക്കിന്റെ ഷോറൂമിലാണ് കേട്ടോ. എന്താണല്ലേ, നമുക്ക് ചേതക്ക് 2025 വരുമ്പോ 3501 പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാർക്കൊക്കെ വലിയൊരു പ്രയോജനമാവും കേട്ടോ. കാരണം ലേഡീസിനെ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്ക് ചേതക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോകാം. പോലെ മടിച്ചു കണ്ട് പോരേട്ടോ. രണ്ടായിരത്തി 2025 ചേതക്ക് 3501 നമുക്കിവിടെ തൃശ്ശൂരിൽ ലോഞ്ച് ചെയ്തേക്കാണ്. കുറെ സവിശേഷതകൾ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂങ്കുന്നം ചേതക് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ദിൽഷാൻ മച്ചാനെ നമുക്ക് വെൽക്കം ചെയ്യാം കേട്ടോ. ദിൽഷാൻ മച്ചാൻ നമസ്കാരം. നമസ്കാരം ബ്രോ. മച്ചാൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. ഓക്കെ, ഉഷാറല്ലേ? ഉഷാറാണ്. അങ്ങനെ ദിൽഷാൻ മച്ചാൻ നമുക്ക് 2025 വരുമ്പോ ചേതക്ക് 3501 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേഷൻ വന്നേക്കാണ് അല്ലേ? അതെ അതെ. എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് പഴയ ചേതക്കിൽ നിന്ന് പുതിയ ചേതക്കിലേക്ക് വരുമ്പോ കമ്പനി കൊണ്ടുവന്നുള്ളത്? നമുക്ക് അത്യാവശ്യം പഴയ വേർഷനിൽ നിന്ന് പുതിയ വേർഷനിലോട്ട് വരുമ്പോ കുറെ മാറ്റങ്ങൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ബ്രോനെ കാണിച്ചു തരാം. നമുക്ക് പഴയ ചേതക്കിനെ കുറച്ച് മോഡേണൈസ് ചെയ്ത രീതിയിലാണ് നമുക്ക് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പല രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചേതക്കിനെ നമുക്ക് എവിടെയൊക്കെയോ തോന്നിക്കുന്ന രീതിയിൽ, എന്നാലോ പുതിയ രീതിക്കുള്ള രീതിയിൽ, പുതിയ മോഡേണൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെഡ് ലാമ്പ്, നമ്മളെ LED ഹെഡ് ലാമ്പാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ഒരു DRL ലൈറ്റും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ഈ പറഞ്ഞ പോലുള്ള LED ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. പഴയ വണ്ടികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടേജിലൊന്നും നമുക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല വണ്ടിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1355 mm വരുന്ന വീൽ ബേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു ഡിസ്ക് ബ്രേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു അലോയ് വീൽ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബ്രോ, പിന്നെ നമ്മുടെ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഫുൾ മെറ്റൽ ബോഡിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. മെറ്റൽ ബോഡിയാണ് അല്ലേ? നമുക്കിപ്പോ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വെച്ചിട്ട് തന്നെ മെറ്റൽ ബോഡി വരുന്ന ഏക വാഹനം നമ്മൾ ചേതക്കിന്റെയാണ്. നമുക്ക് IP67 വാട്ടർ റെസിസ്റ്റൻസ് ബോഡിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതന്നെ നമ്മുടെ നാട്ടില് വെള്ളത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വണ്ടിയിലേക്ക് വരാൻ പോകുന്നില്ല. അത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമുക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി.
ഇവിടെ നോക്കൂ, നമുക്ക് വന്നിട്ടുള്ള നമ്മൾ ചേതക്കിന്റെ സ്റ്റിക്കർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ വേരിയന്റിൽ മാത്രമാണ് ഇങ്ങനത്തെ രീതിക്കുള്ള സ്റ്റിക്കർ നമുക്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് കമ്പനി. നല്ലൊരു ഗ്രാഫിക്സ് വർക്കോട് കൂടിയിട്ടാണ് നല്ല വൃത്തിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമുക്ക് കമ്പനി ആ ഒരു സ്റ്റിക്കർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. 4.2 കിലോവാട്ടിന്റെ മോട്ടറാണ് നമുക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഹിഡൻ എന്നുള്ള രീതിക്കാണ് നമ്മളെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കറക്റ്റ് അറിയില്ലല്ലോ അല്ലെ? ഇല്ല, ബോർഡോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മാത്രമാണ് അറിയാം. അതെ, റെയറിലോട്ട് വന്നു കഴിഞ്ഞാല് നമുക്കൊരു LED ടെയിൽ ലൈറ്റും കാണാൻ പറ്റും. LED ആണ് വരുന്നത് ടൈൽ. അതെ അതെ. ഇതിൽ നമുക്കൊരു ചേതക്കിന്റെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 168 mm ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഏത് ടെറൈൻ റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇനി നമ്മുടെ സീറ്റിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു കുഷ്യൻ ടൈപ്പ് ഗ്രിപ്പുള്ള ടൈപ്പ് സീറ്റ് കവറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ ഒരു വാഹനത്തില് ഇങ്ങനെ ഒരു ഗ്രിപ്നെസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് പുതിയ വാഹനത്തിലാണ് ഇങ്ങനത്തെ ഒരു ഗ്രിപ്നെസ്സോട് കൂടിയുള്ള ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷ്യൻ ടൈപ്പ് സീറ്റ് കവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല എന്താ പറയാ, നല്ല കംഫർട്ട് ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാലോ. സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് 35 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ വണ്ടിക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു സുഖകരമായിട്ട് 2 ഹെൽമെറ്റ് വേണമെങ്കിൽ വെക്കാലോ അല്ലെ? 2 ഹെൽമെറ്റ് വെക്കാം. ഇനി അത് മാത്രമല്ല, ഒരു ഹെൽമെറ്റ് നമുക്കിപ്പോ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ഇതിൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല എന്താ പറയാ, അത്യാവശ്യം വീതിയിലല്ല, താഴത്തോട്ടുള്ള ആ ഒരു ലെങ്ത് ആണ് കൂടുതൽ അല്ലേ? അതെ, നമ്മള് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഫാമിലി യൂസിന് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് നല്ല രീതിക്ക് ഉപകാരപ്പെടും. നമുക്ക് അതിലൊരു ലൈറ്റും വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ചാർജിംഗ് പോർട്ട് വരുന്നത് അല്ലേ? അതെ, ഇതാണ് നമ്മൾ ചാർജിംഗ് പോർട്ട് വരുന്നത്. എങ്ങനെയാണ്, എത്ര മണിക്കൂറാണ് ഫുൾ ചാർജ്? നമുക്ക് 0 to 80% ആവും നമുക്ക് കമ്പനി പറയണത് 3 മണിക്കൂറാണ്. അതേപോലെ നമുക്ക് എന്താ പറയാ, ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ചാർജർ കൊണ്ടുവന്നിട്ട് ഇതിൽ ഫിക്സ് ചെയ്താൽ സീറ്റ് അടച്ചിടാൻ പറ്റും. നമുക്ക് സീറ്റ് തുറന്നു വെച്ച് ഒരിക്കലും ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെ, നമുക്ക് സീറ്റ് അടച്ചിടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു ഫുൾ ചാർജില് എങ്ങനെയാ റേഞ്ച് പറയുന്നത്? നമുക്ക് കമ്പനി IDC റേഞ്ച് പറഞ്ഞിട്ടുള്ളത് 153 കിലോമീറ്റർ ആണ് കമ്പനി IDC റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആകെ പോണത് 4 to 5 കറണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പോവുക. അത് ഏകദേശം ഒരു 500 രൂപ താഴെ നമുക്ക് കറണ്ട് ബില്ല് ഒരു മാസം വരുള്ളൂ. നമ്മൾ പെട്രോൾ അടിക്കണതിന്റെ പകുതി പൈസ നമുക്ക് ഇതിൽ വരുള്ളൂ കറണ്ട് ബില്ലായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട് ഫ്രണ്ടില്. നമുക്ക് അതിന്മേ തന്നെ നമുക്കൊരു 3501 എന്നുള്ള നമ്മളൊരു സ്റ്റിക്കർ, വണ്ടിയുടെ വേരിയന്റ് നമ്മളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കമ്പനി. നമ്മുടെ 2025 വരുമ്പോഴുള്ള 3501 അല്ലേ? അതെ അതെ. നമുക്ക് ഈ ഒരു ബട്ടണില് നമുക്ക് ഒറ്റ സിംഗിൾ പ്രസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനുള്ളിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. നമ്മളെ ഫോണൊക്കെ USB ചാർജിംഗ് കേബിൾ യൂസ് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഫോൺ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡിന്റെ കിറ്റും വരുന്നുണ്ട്. കിറ്റൊക്കെ ഇതൊക്കെ വെസ്പയിൽ മാത്രമുള്ള ഒരു സംഭവമാണല്ലോ, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെ അല്ലേ? ബാക്കിയുള്ള വണ്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ഒരു കവറില് ടൂൾ ബോക്സ് ഇടല്ല. പക്ഷെ ഇതിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ഈ ഒരു സൈഡിലോട്ട് പോയാ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈസൻസോ കാര്യങ്ങളൊക്കെ വെക്കാലോ. പക്ഷെ എന്തായാലും ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. നമുക്ക് മൊത്തം വരുന്നത് മെറ്റൽ ബോഡി ആണ് അല്ലേ? അതെ അതെ. നമ്മള് മീറ്റർ ക്ലസ്റ്ററിലോട്ട് വരാം. നമുക്ക് ഇവിടെ 5.5 ഇഞ്ചിന് TFT ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് സ്റ്റാർട്ട് ആണ് നമുക്ക് വരുന്നത്. സെൻസർ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് സ്റ്റാർട്ട് ആണ് വരുന്നത്. നമുക്ക് ഫോബ് കീ എന്നാണ് നമ്മൾ ഇതിന്റെ കീനെ പറയാ. നമുക്ക് എന്താ പറയാ, സാധാരണ വണ്ടികൾക്കുള്ള പോലത്തെ മെക്കാനിക്കൽ കീ ടൈപ്പ് അല്ല വരുന്നത്. നമുക്ക് ഫോബ് കീ ആണ് വരുന്നത്. അത് നമുക്ക് 1 മീറ്ററിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ കീ നമ്മളെ കയ്യിൽ ഉണ്ടായാൽ മതി. അതേപോലെ നമുക്ക് സ്ക്രീനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തീമോട് കൂടിയുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് മാപ്പ്, അതേപോലെ ഡോക്യുമെന്റ് സ്റ്റോറേജ്, ഇനി ടച്ച് സെൻസിറ്റിവിറ്റി പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മഴയത്ത് ഓടിക്കാന്നുണ്ടെങ്കിൽ ആ രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്ലൗസ് ഇട്ട് ഓടിക്കാന്നുണ്ടെങ്കിൽ ആ രീതി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇതൊന്നും വേണ്ട, നമുക്ക് ബട്ടണിൽ മാത്രം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് പക്ഷേ നമ്മള് ഇപ്പൊ ഗ്ലൗ ഇട്ടാലും എങ്ങനെ ടച്ച് ചെയ്താലും സംഭവം വർക്ക് ആവണം അല്ലെ? സംഭവം ഏത് രീതിയിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പലർക്കുള്ള സംശയമാണ്, മഴയത്ത് പോകുമ്പോ നമ്മളെ മീറ്റർ ക്ലസ്റ്ററിന് കംപ്ലൈന്റ് വരുമോ, ടച്ച് വർക്ക് ചെയ്യോ? ഇതെല്ലാം നമുക്ക് ഇതിനുള്ള എല്ലാ ഉത്തരവും നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഒരുവിധ എല്ലാ ഫീച്ചറുകളും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. നമുക്ക് ഇപ്പോ പല ആൾക്കാരും നമ്മളിപ്പോ കയ്യിൽ ലൈസൻസും കാര്യങ്ങളൊന്നും എടുക്കാത്ത ഒരാളായിരിക്കും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡോക്യുമെന്റ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. നമ്മളെ ലൈസൻസോ ഇനി വണ്ടിയുടെ രജിസ്ട്രേഷൻ
രജിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ RC ബുക്ക് ആയാലും ലൈസൻസ് ആയാലും ഒന്നും നമുക്ക് കൊണ്ടുപോകണ്ട എന്ന സാധനം. അതെ. ഓക്കെ, നമുക്ക് ഈ സ്വിച്ചസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ മീറ്റർ ക്ലസ്റ്ററിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക ടച്ച് യൂസ് ചെയ്യാത്ത സമയത്ത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ബാക്കിയുള്ള വണ്ടികളെ പോലെയല്ല. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സ്വിച്ചസുകൾ വരുമ്പോൾ നമുക്ക് ഡിം ആൻഡ് ബ്രൈറ്റ്, ഹോണ് അല്ലെ? അതെ, ഡിമ്മും ബ്രൈറ്റും ഹോണും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ സാധനം സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺസ് വരുന്നുണ്ട്. മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. റിവേഴ്സ് ഓപ്ഷന്റെ വരുന്നുണ്ട്, ഡ്രൈവിന്റെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വിച്ചസിൽ തന്നെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ ഇതിലാണ് അല്ലേ? അതെ. നമുക്ക് എത്ര മോഡ് വരുന്നുണ്ട് വെച്ചാൽ? നമുക്ക് 2 മോഡാണ് വരുന്നത്, എക്കോ മോഡും സ്പോർട്ട് മോഡും. 2 മോഡുകൾ അല്ലേ? അതെ. 2025 ചേതക്ക് 3501 ഇത്ര മാറ്റങ്ങളാണ് ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് എന്താ പറയാ, ലേഡീസിനൊക്കെ വലിയൊരു ഉപകാരപ്രദമാവുമല്ലോ അല്ലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട്? അബൂബ്രോ ലേഡീസിനൊന്നും മാത്രമല്ല, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. കാരണം നമ്മളെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ മെറ്റൽ ബോഡി വന്നോണ്ട് തന്നെ നമുക്ക് വണ്ടി അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോ കാറ്റ് പിടിക്കുക, അതേപോലെ തന്നെ വണ്ടി കയ്യിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ എന്തായാലും വരുന്നില്ല. കാരണം അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ 3 വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്. 2903 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാർട്ടിംഗ് ഓപ്ഷന്, 3502 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മിഡിൽ ഓപ്ഷൻ, അതേപോലെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള 3501 എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. 3 വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ? അതെ. എത്ര കളേഴ്സ് ആണ് വച്ചനെ വരുന്നത്? നമുക്കിപ്പോ ഈ ഒരു ടോപ്പ് എൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 കളേഴ്സ് ആണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളറ് ഇതാണ് നമ്മളെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കളർ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ എന്ന് പറയും. പിസ്ത ഗ്രീൻ അല്ലേ? അതെ. ബാക്കിയുള്ള കളേഴ്സ് ഏതൊക്കെ വരുന്നത്? ബാക്കി നമുക്ക് ഹേസൽനട്ട് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്, ഇൻഡിഗോ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്, ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള 4 കളർ നമുക്ക് ഗ്ലോസി ടൈപ്പാ. ഒരൊറ്റ കളർ മാത്രമാണ് നമുക്ക് മാറ്റ് ടൈപ്പ് വരുന്നത്. മാറ്റ് റെഡ് എന്നുള്ളൊരു കളറും വരുന്നുണ്ട്. മാറ്റ് റെഡ് അല്ലേ? അതെ. നമുക്ക് 950 കിലോവാട്ടിന്റെ ഓൺ ബോർഡ് ചാർജറാണ് നമുക്ക് വരുന്നത്. അത് തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 to 80% ആവാൻ ജസ്റ്റ് 3 മണിക്കൂർ മതി നമുക്ക്. വെറും 3 മണിക്കൂർ? വെറും 3 മണിക്കൂർ മതി. ഒളിച്ചല്ലോ. അതെ. അബു, നമുക്ക് സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ 1 ലക്ഷം രൂപ തൊട്ടിട്ട് ടോപ്പ് എൻഡ് 1,32,000 രൂപയാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് അല്ലേ? അതെ, എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി കൂടുതൽ വാഹനത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയില് നിങ്ങളുടെ നമ്പർ വെക്കില്ല, ഡയറക്റ്റ് വിളിക്കാം, വാഹനത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷം ചേതക്ക് 3501 2025 വന്നിട്ടുള്ള അപ്ഡേഷന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.